ഹലോ ഗൈസ്, അപ്പം ഞാനിപ്പോൾ പിച്ചക്കാരനായിട്ടാണുള്ളത്. അപ്പം ഞാൻ പുറത്തോട്ടിറങ്ങി വിശക്കുന്ന ആൾക്കാരോട് പറയും നമുക്ക് കാസർഗോഡുകാരുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ എന്താക്കുക, വീഡിയോ ഫുള്ളായിട്ട് കണ്ടു. ഓക്കെ, ഞാൻ ഇറങ്ങാൻ പോകണം. ഈ നേരം കാണാനല്ലേ, കാണുന്ന നോക്കുക ഫസ്റ്റ്. ഞാൻ പോവും, നിൽക്കി സബറാക്കുന്നു പോക്കുവോ. തരുമോ? ലാഭം ഫുഡ് ഏതാന്ന് കഴിച്ചാൽ പൈക്ക് ലാഭിച്ചാ പൈക്ക് നല്ലോ. പൈസ വേണ്ട, ഫുഡ് മേൽ തന്നെ മതി. ലാഭിച്ചാ അങ്ങനെ ചെല്ലണ്ട. പൈക്ക് രാവിലെ രാവിലെ തിന്നിച്ചാ ചെക്കനെ ഒരാൾ ഫുഡ് വാങ്ങിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. ബാക്കി നിങ്ങൾ കണ്ടു നോക്ക്. നമ്മൾ വിഷന്നിങ്ങനെ റോഡ് സൈഡ് വരുന്ന സമയത്ത് നമുക്ക് ഫുഡ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് അയാളോട് കാര്യങ്ങൾ ചോദിച്ചറിയാം. എൻ്റെ സ്ഥലം എവിടെ? ഞാൻ പച്ചമ്പള. എന്ത് ചെയ്യുന്നു? ഞാൻ ഗൾഫിലാണ്. ഗൾഫിൽ. അപ്പോൾ നിങ്ങൾ നമുക്കിപ്പോൾ ഞാൻ ഫുഡ് വിശന്ന് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ തോന്നിയത്? സത്യമായിട്ട് ഭക്ഷണം കിട്ടു വരുന്നവർക്ക് തീർച്ചയായിട്ടും ഫുഡ് ഇത് വേറൊരു വികാരം തന്നെ ഇല്ല. പക്ഷെ നിങ്ങൾ ആദ്യം വന്നപ്പോൾ നമുക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു നിങ്ങളൊരു വീഡിയോ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ട്. ഇനി ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റട്ടെ. പേര് പറഞ്ഞിട്ടാ? എൻ്റെ അഷ്റഫ്. ഓക്കെ, ഫുഡ് എന്താ മെയിൻ തരും? പൈക്കിന് ഫുഡ് എന്താ മെയിൻ തരും? പൈക്കിന് സ്ഥലം അറിയാലേ? അറിയാലേ? നാളെ വരുന്നാളെ ഞാൻ അറിയാലോ. ഫുഡ് വാങ്ങി തരുമോ? പൈക്കിന് രാവിലെ ഒന്ന് തിന്നിട്ടാ. നാടറിയാലോ? ഫുഡ് ഫുഡ് പേരറിയാലോ? പൈക്കുന്നു രാവിലെ ഒന്ന് തിന്നിട്ട് പറയാനറിഞ്ഞാൽ സ്വന്തം പേരറിയാലോ. അതുകൊണ്ട് ഭക്ഷണം തരുന്ന കാര്യത്തിൽ ഏച്ചാ നിങ്ങൾ എന്താന്നറിയോ? പേര് പറയും. പേരറിയാലോ? അത് പൈക്കുന്നു രാവിലെ ഒന്ന് തിന്നിട്ട്. വിശക്കുന്നെന്ന് പറയുന്ന ആൾക്ക് പേരറിയാലെന്ന് പറഞ്ഞെങ്കിൽ അറിയാലോ, ഉറപ്പായിട്ട് അറിയാം. വിശപ്പിന്റെ കാര്യത്തിൽ ഇതുണ്ടാക്കാം. നാടേടെ നിങ്ങൾ മേ തന്നിട്ട് അറിയാലോ? പൈക്കുന്നല്ലോ. ഞാൻ അവിടുന്ന് വന്നത് തന്നെ അറിയാലോ. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇത് എന്തറിയോ? ആവശ്യ പിന്നെ ഇല്ല പൈക്കുന്നു. ആ വന്ന് നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങിട്ട് വയറ് നിറച്ച് ഭക്ഷണം വാങ്ങി തരാം. അങ്ങനത്തെ ഒരാൾക്കാരൊന്നും നിങ്ങൾ പേര് പറയാതെ. പേര് പറഞ്ഞു തരുമോ? വേണ്ട, പേര് വേണ്ട, നാട് തരുമോ? ഉറപ്പ് തരുമോ? എൻ്റെ പേര് നവാസ്. അതുകൊണ്ട് ഇത് കാണിച്ചത് ഇപ്പൊ ഓർമ്മ വന്നേ. നാടറിയാലോ? അതാണ് പൈക്കുന്ന രാവിലെ തിന്നിട്ട പേര് നവാസ്. പൈക്കുന്ന ഫുഡ് ഫുഡ് തോന്നിയ പൈക്കുന്നതാണല്ലോ. അതായിട്ടില്ല എങ്കിൽ നാളെ ഇത് ആധാർ കാർഡ് കൊണ്ട് നാളെ കുടുംബ രക്ഷയ്ക്ക് പോകണം. ഉമ്മാന്റെ ഈ മത്സ്യത്തിന്റെ പൈക്കുന്നു ഫുഡ് എന്താക്കിട്ട് വന്നത് നമുക്കറിയാലോ. പൈക്കുന്ന ഫുഡ് വാങ്ങി തന്നെ ഞാനീല വന്നതാണ്. നാടറിയാലോ? ഓർമ്മയില്ല. നീ ഫുഡ് മേത്ത ഞാൻ കൊറേ നമുക്ക് ഓർമ്മയില്ല. പൈക്കുന്നു രണ്ട് പൊറാട്ട ഓടിക്കല്ല. ഉമ്മാന്റെ ജനനം നോക്കിട്ട് താങ്ക്സ്. ഇടയിൽ ജനനം നോക്കിയത് അപ്പുറത്തെ
ഇങ്ങിരിക്കുന്നില്ല കാണാം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ആക്കി അല്ല ആൾക്കാർ പല രീതിയിലുള്ള ആൾക്കാർ ഇപ്പൊ എന്ത് തോന്നി എനിക്ക് നന്നായിട്ടുണ്ട് മാത്രം കുറച്ച് കടുത്ത കൈയായിപ്പോയി. അന്നെങ്കിൽ ചെക്കനക്ക് ഒരു എന്ത് പറഞ്ഞു ചെക്കനക്ക് കറക്റ്റ് ലുക്കായിനാ ഞമ്മ പിന്നെ അഭിനയിക്കുന്ന ആൾക്കാരെ കൈ പറിച്ചോന്റെ അല്ല നമ്മ ഇൻസ്റ്റയില് മറ്റേ റീൽസ് ഇങ്ങനത്തെ ചെയ്യുന്ന ആൾക്കാരല്ല. ഇങ്ങനെ നമ്മളെ കാസർഗോഡ് എല്ലാവരും ചെയ്യുന്നു ഒരു മെസ്സേജ് രൂപത്തില്. കാസർഗോഡിൽ ആരും ചെയ്തിട്ടില്ല. ഹെൽപ്പിംഗ് മൈൻഡ് ഇങ്ങോട്ടൊന്നും ഇങ്ങനെ ഒന്നും ആരും ചെയ്തുകൊണ്ട് വരുന്നില്ല. നമ്മ ഇങ്ങനെ ഇല്ലാത്ത സ്ഥലത്തൊക്കെ വരുന്നത് മെസ്സേജ് ആയിട്ട് കാണട്ടതല്ലേ എല്ലാവർക്കും അല്ലെ. നിനക്ക് ഫുഡ് വാങ്ങി തന്നാ? ഫുഡ് വാങ്ങി തന്ന. അപ്പൊ മുത്തുമണിക്കാൻ എന്ത് കൊടുക്കണേ? ഫുഡ് വാങ്ങിട്ട് ഫുഡ് ഇടാ. അപ്പോ മാഷാഅല്ലാ പൊറോട്ടയും കറിയും വാങ്ങി തന്ന് മുത്തുമണിക്ക് എന്ത് കൊടുക്കുന്ന? മുത്തുമണിക്ക് നമ്മളെ വക ചായ ഇതും കൊടുക്കാം ഇൻഷാ അല്ലാ. വാ ഇങ്ങനെ ആക്ടിങ്ങില് പണ്ട് അങ്ങനല്ലോ എന്നെ വിളിച്ചോണ്ട് നല്ല വേറെ വിളിക്കുന്നത് മുർഷിദ്. ഇത് ഏത് വാട്ടില്? എന്റെ സ്ഥലം കുമ്പളയിൽ. ബിസ്മില്ലാ തട്ടുകട. കുമ്പളയില് പെറുപാട്. ഞാൻ മറ്റേ ഫിലിമിന്റെ ഉണ്ടായി. ഇപ്പൊ കുറച്ച് സൈറ്റ് നാട്ടിലാണ്. ഇത് സ്ഥലം പച്ചമ്പള മീപ്പിരിയിലത്തെ നമ്മളെ അതിൽ ഞാൻ ബെല്ലായിട്ടുണ്ടായിരുന്നു. മാതൃകയായ നമ്മളെ നാട്ടുകാരാണ്. ഷെരീഫ് ബിഷു. അപ്പൊ നിന്റെ മനസ്സിന് നന്ദി പറഞ്ഞെങ്കിൽ തീരാല. അബൂബക്കർ ഇയാള് ടെററാണ് ആള്. പാവം മനുഷ്യനാണ്. അങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ ഇങ്ങനത്തെ പറയാൻ പറ്റില്ല. അതായത് ഏടുന്ന ആൾക്കാർ വരുന്നത്. ഇപ്പൊ ഇയാള് പറഞ്ഞ് നമ്മളെ കണ്ടെങ്കിൽ ഒരു കള്ളൂടേന്റെ ഒരു ഇതെന്ന് അങ്ങനെ കേട്ടത്. അപ്പൊ പല രീതിയിൽ ആൾക്കാരുണ്ട്. പേര് ചോദിക്കണമ്പോ പേരും നാടും പറയണം. അത്ര പറഞ്ഞേക്കണോ, ബാക്കി പിന്നെ പറയണ്ട. ഈ പിച്ചക്കാരന് ഇങ്ങനെ പേര് നാടുന്നില്ല. പിച്ചക്കാരാകുമ്പോ പേരും നാടും അറിയല്ലോ, അത് ഓർമ്മ ഉണ്ടാവല്ലോ. എന്റെ പേര് മുഹമ്മദ്. നിങ്ങളെ പേരെന്ത്? എൻ്റെ പേര് അബൂബക്കർ. പല രീതിയിൽ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളോട് സഹകരിച്ച എല്ലാവർക്കും നമ്മളെ ചാനലിന്റെ വക നന്ദി അറിയിക്കും. ഓക്കെ, എല്ലാവരുടെ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിരുന്നല്ല. നിങ്ങൾക്ക് എല്ലാവരും നല്ല ഫോളോ ചെയ്യാം. ഇത് ബിസ്മില്ലാ തട്ടുകടല്ലേ? അപ്പോൾ പച്ചമ്പടയിൽ ബിസ്മില്ലാ തട്ടുകയിൽ പച്ചമ്പടയിൽ തെറ്റുന്നറ മുത്തുമണികളെ പച്ചമ്പള ബിസ്മില്ലാ തട്ടുകടയിൽ നിന്ന് ഇപ്പം നമ്മളോട് സഹകരിച്ച നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ചായയും പൊടിയും ബാക്ക് അയച്ചും കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനെ കൊണ്ടുപോയി കൊടുക്കാം. ഓക്കെ, ഇത് നമ്മളെ വക അവർക്ക് ഒന്ന് കുടിക്കുക. തിരിച്ചെത്തില്ലേ നമ്മളെ വക നമ്മളെ ചാനലിൻ്റെ വക ചാനലിൻ്റെ വക ഒന്ന് കുടിക്ക്. നമ്മളോട് സഹകരിച്ച എല്ലാവർക്കും നമ്മളെ ചാനലിന്റെ വക നന്ദി അറിയിക്കും.